അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചില കാര്യങ്ങളിലൊക്കെ നമുക്കൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര, ആ ഘോഷയാത്രയിൽ ഈ മിഠായി വിതരണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കൽ വളരെ നല്ലതാണ്. കാരണം അമിതമായ മധുരമുള്ള ഈ മിഠായികൾ നമ്മുടെ മക്കൾക്കും ആർക്കും എന്തല്ല നല്ലതല്ല. അതിന് പകരം നട്ട്സ് പോലെയുള്ളതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊരു പാക്കറ്റാക്കിയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാനും അങ്ങനെ എല്ലാം പറ്റിയ അവരുടെ ശരീരത്തിന് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം എന്ന് പറഞ്ഞ് അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് നമ്മൾ നൽകുന്ന പായസങ്ങളൊക്കെ അതൊക്കെ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് കുടിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. കൂടുതൽ നമ്മൾ കാണാറുള്ളത് എന്താണ്, കുട്ടികളെല്ലാം അവിടെ നിന്നുകൊണ്ടാണ് പായസമാണെങ്കിലും മറ്റു പാനീയങ്ങളാണെങ്കിലും ശരി അവർ നിന്നുകൊണ്ട് കുടിക്കുന്നൊരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെതിരാണല്ലോ അത്. അതുകൊണ്ട് ആ കാര്യം കൂടി അത് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു സീറ്റ് സൗകര്യം അവിടെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ ആ മിഠായി വിതരണങ്ങൾ, അമിതമായി മധുരമുള്ള മിഠായികളും അതുപോലെ തന്നെ ലഡു തുടങ്ങിയ വിഭവങ്ങളെല്ലാം നമ്മളൊന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പല്ലിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാം ആരോഗ്യത്തിന് അത് ദോഷമായി ബാധിക്കില്ല. അതുകൊണ്ട് നല്ല മധുരമുള്ള പലഹാരങ്ങളും മിഠായികളും എല്ലാം ഒഴിവാക്കിയിട്ട് നട്സുകൾ കൊടുക്കുകയാണെങ്കിൽ അതവർക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് സ്നേഹത്തോടെ ഞാൻ ഉണർത്തുകയാണ്.